ഹലോ, ദിസ് ഇസ് ജയ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി നമ്മുടെ KSRTC ബസ്സിലൊന്ന് യാത്ര ചെയ്തായിരുന്നു. പിന്നെ സംഭവിച്ചത്, ആവശ്യപ്പെട്ട സ്ഥലത്ത് ബസ് നിർത്താത്തതിന് യുവതി KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസിന്റെ ഗ്ലാസ് തകർത്തു. കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോടാണ് സംഭവം ഉണ്ടായത്. ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായ തർക്കത്തിന് പിന്നാലെയായിരുന്നു അതിക്രമം. രാഹുൽ KV വിവരങ്ങളുമായി. രാഹുൽ, ഒരു തർക്കത്തിന്റെ അവസാനമാണെന്ന് മനസ്സിലാവുന്നു, പക്ഷെ പൊതുമുതലാണ്, അത് നശിപ്പിക്കുക, അതും ഇങ്ങനെ പരസ്യമായി അത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിനെന്തായാലും നടപടി പിന്നാലെ വരുമല്ലോ. എന്തായിരുന്നു സംഭവിച്ചത്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, നടപടി ഏതായാലും വന്നിട്ടുണ്ട്. ബസ്സിൻ്റെ സൈഡ് ഗ്ലാസ് തകർത്തതിനുള്ള നഷ്ടപരിഹാരം, ഒപ്പം ഈ ബസ്സിൻ്റെ സർവീസ് മുടക്കിയതിനുള്ള നഷ്ടപരിഹാരം, അങ്ങനെ 28,000 രൂപ പിഴയായി യുവതിയിൽ നിന്ന് KSRTC ഈടാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഇതൊരു പോലീസ് കേസിലേക്കൊന്നും പോയിട്ടില്ല. ഇങ്ങനെ 28,000 രൂപ വലിയ തുകയാണത് അടച്ചതുകൊണ്ട് പിന്നീട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് KSRTCയിൽ നിന്നും പോലീസിൽ നിന്നും സംസാരിച്ച സമയത്ത് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച അടിപൊളി. അപ്പൊ ചേച്ചി ആവശ്യപ്പെട്ട സ്ഥലത്ത് ബസ് നിർത്താത്തതാണ് പ്രശ്നം. പിന്നെ ചേച്ചി ഒന്നും നോക്കിയില്ല, KSRTCയിലെ ബസ്സിന്റെ ഗ്ലാസ് അങ്ങ് അടിച്ച് തകർത്തു. പിന്നെ നടന്നത് ചരിത്രം. എന്താണ് സംഭവിച്ചത്? എന്നാണ് ഇത് നടക്കുന്നത്? ഇത് കഴിഞ്ഞ 10-ാം തീയതിയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു വർക്കിന് പോകുന്ന വഴിയായിരുന്നു. ഞാൻ കോട്ടക്കലിൽ നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ മിംസിൻ്റെ അവിടെ ഇറക്കി തരുമെന്ന് ചോദിച്ചു. എൻ്റെ ടിക്കറ്റ് കോഴിക്കോടേക്കായിരുന്നു, പക്ഷേ എനിക്ക് എമർജൻസി ആയിട്ട് ഇറങ്ങേണ്ടതുണ്ട്. ആ ഒരു റീസൺ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് ഇറക്കി തരുമെന്ന് ചോദിച്ചു. പക്ഷേ അവർ ഇറക്കില്ല എന്ന് പറഞ്ഞു. അപ്പം തുടർന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, പക്ഷേ അവരിറക്കി തരില്ല എന്ന് തന്നെ പറഞ്ഞ സമയത്ത് ആ ഒരു ടെൻഷനിൽ ഇത് ബ്രേക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായതാണ്. എന്തായിരുന്നു അവിടെ എന്തെങ്കിലും കാരണം? എന്തായിരുന്നു ഇറങ്ങാനുള്ള കാരണം? എന്തായിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു? ബസ് കണ്ടക്ടറുടെ അടുത്തോ ഡ്രൈവറുടെ അടുത്തോ? ഇല്ല, ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എമർജൻസി ആയിട്ട് എനിക്ക് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാരണം പറയാത്തതിന് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളി ചെയ്യുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ കഥയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊരാൾക്കും വരാവുന്ന സാഹചര്യമാണ്. അപ്പോൾ കാരണം ഞാൻ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എമർജൻസി ആയിട്ട് ഇറങ്ങണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ വിഷ്വലിൽ നമ്മൾ കാണുന്നത് താങ്കൾ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതെന്തായിരുന്നു? അങ്ങനെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ ഗ്ലാസ് പൊട്ടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലാഘവത്തിൽ, അതൊരു വലിയൊരു സംഭവം ആയിട്ട് തോന്നുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്രയും വലിയൊരു ഇതിൽ ചെയ്തതല്ല. ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കായി, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടാതായി. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യായിരുന്നു. ആ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ സംഭവിച്ചു പോയതാണ്. പിന്നീട് ആ ബസ് നേരെ പോകുന്ന അങ്ങോട്ട് താങ്കൾ ഒരു 28,000 രൂപ ഫൈൻ അടച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ദൃശ്യങ്ങൾക്ക് ശേഷം തുടർന്നുണ്ടായ നടപടികൾ എന്തൊക്കെയായിരുന്നു? ബസ്സിന് പിന്നീടുള്ള സ്റ്റോപ്പ് കോഴിക്കോടാണല്ലോ. അതെ, ബസ് സ്റ്റാൻഡിൽ പോയി, KSRTC സ്റ്റാൻഡിൽ പോയി. അവിടേക്ക് പോലീസ് വന്നു. പോലീസ് നമ്മളെ കളക്ട് ചെയ്തിട്ട് നടക്കാവ് സ്റ്റേഷനിൽ പോയി. അതിൻ്റെ ശേഷം സ്റ്റേഷൻ പരിധി മാറിയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് സംഭവം സോൾവ് ആക്കിയിട്ട് ഫൈൻ അടച്ചു. എന്തിനൊക്കെയുള്ള ഫൈൻ അടച്ചു? എങ്ങനെയാണ് അത് സെറ്റിൽ ചെയ്യുന്നത്? അവർക്ക് ഈ ട്രിപ്പ് മുടങ്ങിയതിനും അതുപോലെ നമ്മൾ ഈ ഗ്ലാസ് ബ്രേക്ക് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളൊരു കുറ്റത്തിൻ്റെ ആ ഒരു ഫെയർ എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ സംസാരിച്ച് അവരുടെ അടുത്ത് അപ്പോളജിയും പറഞ്ഞ് രണ്ടുപേരുടെയും വിഷയം ക്ലോസ് ചെയ്തതായിരുന്നു. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്വന്തമായി 2 വീലറോ കാറോ വാങ്ങുക, അല്ലെങ്കിൽ ടാക്സിയോ ഓട്ടോ പിടിച്ച് പോവുക. അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയിട്ട് ഇമാതിരി കോപ്രായത്തരം കാട്ടി KSRTC ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചാൽ 8ന്റെ അല്ല 16ന്റെ പണി തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മ KSRTC സുമ്മാവാ.